ഒരു ഹെൽത്തി ജ്യൂസ് തയ്യാറാക്കുന്നൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. അപ്പോൾ ഷുഗറുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ ഒരു ആപ്പിളും കൂടെ എടുത്തിട്ടാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഈത്തപ്പഴം കുരുകളൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 തരത്തിലുള്ള ഈത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ബദാം കഴുകി തൊലിയൊക്കെ കളഞ്ഞതാണ്. ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാണ് പെട്ടെന്ന് കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുത്തത്. അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് പിസ്ത കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്, ഉപ്പില്ലാത്തതാണ്. ഇനി നമ്മളിത് 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിസ്തയും ബദാമും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ പാല് കുറച്ച് ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടില്ല. പിന്നെ വെന്ത കാരണം നമുക്ക് വേഗത്തിൽ തന്നെ അടിച്ചെടുക്കാൻ പറ്റും. എന്നാലും പാല് കുറച്ച് ഒഴിച്ചാൽ മതി, കൂടുതലായ അരഞ്ഞ് കിട്ടാൻ പ്രയാസമാണ്. അതേപോലെ ഒരു ആപ്പിൾ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജ്യൂസുകളിലൊക്കെ മധുരം കൂടുതലായിട്ട് വെച്ചെങ്കിൽ നമുക്ക് നോമ്പെടുക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. നോമ്പ് നോക്കുന്നവർക്കറിയാം, രാത്രി ഭയങ്കര ഉറക്കമായിരിക്കും. അപ്പോൾ നമുക്ക് നിസ്കാരം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് മധുരം ഇല്ലാതെയാണ് ഞാൻ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈത്തപ്പഴം നല്ല മധുരമുള്ളതായതുകൊണ്ട് നമ്മളിതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല വെച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. നമ്മുടെ ജ്യൂസൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബദാമും അതേപോലെ അണ്ടിപ്പരിപ്പും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ജ്യൂസ് തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.